യൂറോപ്പിനെ നടുക്കി സ്പെയിനിൻ്റെ അതിർത്തിയിലേക്ക് ഒരൊറ്റ ദിവസം ഒഴുകിയെത്തിയത് 1,00,000-ഓളം ആളുകളാണ്. ഇതൊരു സാധാരണ അതിർത്തി കടന്നുകയറ്റമല്ല, മറിച്ച് ഫലസ്തീനെ, ഗസയെ പിന്തുണച്ചതിന് സ്പെയിന് ഇസ്രായേൽ നൽകിയ പ്രത്യക്ഷമായ പണിയാണെന്ന ആരോപണം ശക്തമാണ്. ഇസ്രായേലിന് ഇതിൽ എന്താണ് പങ്ക്? വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് എങ്കിലും സ്പെയിനിൻ്റെ അധീനതയിലുള്ള 2 സ്വയംഭരണ പ്രദേശങ്ങളാണ് സെവൂത്തയും മെലിലയും. ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്ക് കടക്കാനുള്ള എളുപ്പവഴി ആയതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ ഇടമാണിത്. സെവൂത്തയിലേക്ക് 24 മണിക്കൂറിനിടെ 49,000-ത്തിലധികം ആളുകൾ അനധികൃതമായി അതിക്രമിച്ചു കയറുകയായിരുന്നു. കരമാർഗവും കടൽ മാർഗവും ആളുകൾ എത്തി. തിരക്കിൽപ്പെട്ടും കടലിൽ മുങ്ങിയും 30-ലേറെ പേർ ദാരുണമായി മരിച്ചു. പ്രാദേശിക ഭരണകൂടത്തിന് കൈവിട്ടുപോയതോടെ സ്പെയിൻ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്നാൽ ഈ കുടിയേറ്റം അത്ര സ്വാഭാവികമായിരുന്നില്ല. ഒരൊറ്റ ദിവസത്തിനുള്ളിൽ 10,000-കണക്കിന് ആളുകൾ കൃത്യമായ ആസൂത്രണം ഇല്ലാതെ ഒരു പ്രദേശത്തേക്ക് എത്തില്ല. അവിടെ എത്തിയ അഭയാർത്ഥികളിൽ പകുതിയോളം പേർ തങ്ങൾക്ക് ആഹാരമോ വെള്ളമോ കിട്ടുന്നില്ല എന്നും തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഉടൻ തന്നെ തിരിച്ചോടുകയായിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: ആരാണ് ഈ മനുഷ്യരെ അതിർത്തിയിലേക്ക് തള്ളിവിട്ടത്? ഗസയിലെ കടന്നാക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തിയ യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ. ഇതിൽ രോഷാകുലനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സ്പെയിൻ ഇതിന് വലിയ വില നൽകേണ്ടി വരും എന്ന് നേരത്തെ പരസ്യമായി ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇതിനുശേഷമാണ് അബ്രഹാം ഉടമ്പടി വഴി ഇസ്രായേലിൻ്റെ പ്രധാന സൈനിക പങ്കാളിയായി മാറിയ മൊറോക്കോയെ ഉപയോഗിച്ച് ഇസ്രായേൽ ഈ നീക്കം നടത്തിയത് എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഈ സംഭവം നടന്ന് തൊട്ടുപിന്നാലെ ഇസ്രായേലിലെ ചില നേതാക്കൾ നടത്തിയ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ ഇതിന് ബലമേകുന്നതാണ്. സ്പാനിഷ് പ്രധാനമന്ത്രിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ നിങ്ങളുടെ പ്രതിബദ്ധത അഭിനന്ദനീയം എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രി ഇറ്റാമർ ബെൻഗൂർ എക്സിൽ പുതിയൊരു പോസ്റ്റിട്ടത്. സ്പെയിൻ ആഫ്രിക്കയിൽ ഇപ്പോഴും കോളനികൾ നിലനിർത്തുകയാണ് എന്ന് UN-ലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനനും തുറന്നടിച്ചു. സ്പാനിഷ് ഗതാഗത മന്ത്രി ഇതിന് താഴെ നൽകിയ കമൻറ്റും ഏറെ പ്രസക്തമായിരുന്നു. ഓസ്കാർ പൂവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ശരി, കാര്യങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായി എന്ന്. സ്പെയിനിനെ രാഷ്ട്രീയമായും സാമ്പത്തികമായും ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു ഈ നീക്കത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അത് ഒരളവ് വരെ വിജയിക്കുകയും ചെയ്തു. ഈ അഭയാർത്ഥി പ്രവാഹത്തെ തുടർന്ന് സ്പെയിനുമായുള്ള അതിർത്തികൾ അടയ്ക്കും എന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്പെയിനെ ഷെങ്കൻ സ്വതന്ത്ര സഞ്ചാര മേഖലയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഇറ്റലിയിലെ തീവ്ര വലതുപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ചുരുക്കത്തിൽ, ഗസയ്ക്ക് വേണ്ടി സംസാരിച്ചതിന് സ്പെയിനെ സ്വന്തം വീട്ടുതടങ്കിലാക്കുന്ന തന്ത്രമാണ് ഇവിടെ പുറത്തെടുക്കുന്നത്. ഗസയിൽ 10,000-കണക്കിന് സാധാരണക്കാരെ വംശഹത്യ നടത്തിയ ഇസ്രായേൽ തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വിദേശ രാജ്യങ്ങളെ തകർക്കാൻ എത്ര നികൃഷ്ടമായ മാർഗവും സ്വീകരിക്കും എന്നതിൻ്റെ തെളിവാണിത് എന്ന് വിമർശകർ പറയുന്നു. ഒരു രാജ്യത്തെ രാഷ്ട്രീയമായി അസ്ഥിരപ്പെടുത്താൻ പാവപ്പെട്ട അഭയാർത്ഥികളെ ആയുധമാക്കുകയും അവരുടെ ജീവൻ അപായപ്പെടുത്തുകയും ചെയ്യുന്ന ഈ തന്ത്രം അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഏറ്റവും വലിയ ചതിയായി രേഖപ്പെടുത്തുക തന്നെ ചെയ്യും.